ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇഷൽ ഡാൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്റ്റിക്കറിൻ്റെ കാര്യമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്റ്റിക്കറിന് പെൻസിൽ എടുക്കാൻ വേണ്ടി പോയതും ക്രയോൺ എടുക്കാൻ വേണ്ടി പോയ ആളിനെയും നമുക്ക് തിരിച്ച് കിട്ടി ഗൈസ്. ഉറക്കത്തിന് നീറ്റ മത്തിലാണ് ആളെ കാണിച്ചത്. കണ്ടോ ഗൈസ്, ഉറക്കത്തിൻ്റെ മത്തിലാണ്. ഇപ്പോഴും ആ ഉറക്കത്തിൻ്റെ മത്ത് ഇങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇത് വരെ ഇല്ലാത്ത ബുക്കാണ്, പക്ഷെ ഇതിൽ ഞാൻ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ പേജില്ല. ഉണ്ട് ഗൈസ്, അപ്പോൾ കുഴപ്പമില്ല. വേണ്ട, ഇങ്ങനെ കുറച്ച് കലാപരിപാടികൾ ആ പേജിലുണ്ടാകും. വേണ്ട ഗൈസ്, നമുക്ക് ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെൻസിൽ വേണം ഗൈസ്. പിന്നെ നമുക്ക് കളർ അടിക്കാൻ ക്രയോൺ വേണം ഗൈസ്. പിന്നെ നമുക്ക് ഡബിൾ ടാപ്പ് വേണം. ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാപ്പ് എടുക്കാം. അതിനോടൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ദുബായിത്തെ ഡബിൾ ടാപ്പാണ് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇരിക്കുന്നത്. ഡബിൾ ടാപ്പ് കഴിക്കാൻ നമ്മളെ മെയിൻ താരമായ കത്രികനെ എടുത്തിട്ട് വന്ന കത്രിക ചേച്ചി അല്ല കേട്ടോ ഗൈസ്. ഇത് നമ്മൾ കത്രിക കിട്ടിയിട്ടുണ്ട്. ഈ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഞെട്ടിത്തരിക്കും ഗൈസ്. കല്യാണി റെയിൻബോ മഴവില്ല് മിന്ന മിന്നി, ഈ താരത്തിൻ്റെ പേരാണ് കേട്ടോ. ദൈറാന്നാണ് ശരിക്കത്തെ പേര്. ഇവിടെ വിളിച്ച് നടക്കേണ്ടത് കല്യാണി റെയിൻബോ മഴവില്ല് മിന്ന മിന്നിന്ന് കൊടുക്കണോ. അപ്പോൾ ഗൈസ്, നമുക്ക് സമയം കളയണ്ട കേട്ടോ. പിന്നെ ഞാനൊരു ടാബ് എടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയിട്ടാണ് എനിക്ക് പിക്ചേഴ്സ് വരയ്ക്കേണ്ടത് ഗൈസ്. എന്നെ കണ്ടത് നിങ്ങൾ? അയ്യോ, ടാബ് ഓണായി. ഓഫ് ആവും ടാബ്. ഇതിൻ്റെ പാർട്ട് 2 ചിലപ്പോൾ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നമ്മൾ ചേച്ചി കണ്ണു തുറന്നു. ഇനി നമ്മളുടെ ക്യാമറ നമുക്ക് ചേച്ചിയുടെ കയ്യിലേക്ക് കൈമാറാം. അല്ലേ ചേച്ചി? അല്ലേ ചേച്ചി? ചേച്ചി 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 ഇവിടെ അപ്പോൾ ഞാനും വരച്ചുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വരച്ചുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കല്യാണി റെയിൻബോ മഴവില്ല് മിന്നാമിന്നിക്ക് തീരെ വയ്യ ഗൈസ്. ഞാൻ ടാബ് നോക്കിയിട്ടാണ് കേട്ടോ വരയ്ക്കണത്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്തിരി കുഴപ്പം, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം തീരും. ഞാൻ എന്ത് ചെയ്യും?